ഹായ് മകളെ, ഒരുപാട് പേര് വിളിച്ചിട്ട് ഒരേ കരച്ചിൽ. നീറ്റ് പരീക്ഷ ടഫായിരുന്നു, ഫിസിക്സ് ടഫായിരുന്നു. എടാ, പരീക്ഷ ടഫായിരുന്നു, അതൊരു സത്യമാണ്, അത് ഉൾക്കൊള്ളുക. പരീക്ഷ ടഫായിരുന്നു എന്നുള്ളത് നിന്നെ ബാധിക്കുന്നത് എങ്ങനെയാണ്? കാരണം കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പരീക്ഷ ടഫല്ലായിരുന്നോ? എടാ, ഇക്കൊല്ലത്തെ പരീക്ഷ ടഫായിരുന്നു എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ എല്ലാ MBBS സീറ്റുകളും ഒഴിഞ്ഞു നടക്കുമോ? അത് റാങ്കിനനുസരിച്ചല്ലേ അഡ്മിഷൻ എടുക്കണേ. മാർക്ക് ആർക്ക് വേണം? മാർക്കിനനുസരിച്ച് റാങ്ക് റെഡിയാക്കി ആ റാങ്കിനനുസരിച്ചല്ലേ നിങ്ങൾക്ക് അഡ്മിഷൻ വരിക. ഇക്കൊല്ലം ഒന്നാം റാങ്കൊന്നും ഉണ്ടാവില്ലേ കേരളത്തിൽ? 5000 മുതൽ അങ്ങോട്ടേ തുടങ്ങുള്ളൂ. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. 2016 നീറ്റ് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം നടന്ന നീറ്റുകളിലെ ഏറ്റവും ടഫസ്റ്റ് നീറ്റാണ് ഇന്ന് നടന്നത് എന്നാണ് കരക്കമ്പി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെ നടന്ന നീറ്റ് പരീക്ഷയിൽ ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫിൻ്റെയും താഴെ ഈ വർഷം വരാൻ സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളണം. അതെത്രയാ അറിയാം നിങ്ങൾക്ക്? 2018 520 മാർക്ക് വരെ ജനറൽ കാറ്റഗറിയിൽ കേരളത്തിൽ MBBS ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും അതിൻ്റെ കട്ട് ഓഫ് താഴോട്ട് വരാനല്ലേ സാധ്യത? ഒരു 500-520 മാർക്കുള്ളവരൊക്കെ ഓൾ ഇന്ത്യ കോട്ടയിലും ഈ വർഷം MBBS വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഉഷാറായിട്ടിരിക്കും. നിൻ്റെ എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇനി വരാനുണ്ട്. അതിനെല്ലാം നിന്ന് കൊടുക്ക്. ഇന്ന് മാർക്കൊക്കെ ഒന്ന് കൂട്ടി നോക്ക്, സ്കോറൊക്കെ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ചാടി നിൽക്ക്. ബാക്കി വരുന്നോടത്തിച്ച് കാണടാ. ഇതൊക്കെ പറഞ്ഞിട്ടും നിനക്ക് സമാധാനം ആവണില്ലെങ്കിൽ നീ ഇന്നൊന്ന് കിടന്നുറങ്ങ്. എന്നിട്ട് നാളെ എണീറ്റിട്ട് ഈ വീഡിയോ ഒന്നുകൂടെ കാണും. അപ്പോൾ കുറച്ചൊക്കെ സമാധാനം. അല്ല പിന്നെ